Hello, good afternoon all. Hello. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Yes, good afternoon. Good afternoon, ma'am. Good afternoon. നമ്മുടെ ഓപ്പറേഷൻ തിയേറ്റർ നമ്മൾ അല്ലേ നമുക്ക് അവസാനിപ്പിക്കാം. വലിയ കുഴപ്പമില്ലാത്ത ഒരു ചാപ്റ്റർ ആയിട്ട് നമുക്കൊന്ന് ഒരു ക്ലാസ്സോട് കൂടി നമുക്ക് അവസാനിപ്പിക്കാം. അപ്പം നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും ഒന്ന് തരാം. എങ്ങനെയുണ്ടായിരുന്നു ഓപ്പറേഷൻ തിയേറ്റർ? കുഴപ്പമില്ലായിരുന്നു അല്ലേ? വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ചാപ്റ്റർ ആണ്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു അല്ലേ? ഓപ്പറേഷൻ തിയേറ്ററിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ടോ ഇതുവരെയുള്ളതിന്? ചാപ്റ്റർ നമ്പർ എത്രയാണോ? 14 അങ്ങനെ തന്നെയല്ലേ? 14 മാമിന്റെ സൗണ്ട് ഭയങ്കര ലോ ആയിട്ട് തോന്നുന്നു. സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, സ്റ്റാർട്ട് കഴിഞ്ഞ ക്ലാസ് ഇത്തിരി സൗണ്ട് കൂട്ടിയിരിക്കേണ്ടതാണ്. എന്തായാലും കഴിഞ്ഞ പോലെ ഇത്തിരി സൗണ്ട് കൂടുതൽ ഉപയോഗിക്കേണ്ടതാണ്. എന്തായാലും ഈ ക്ലാസ്സിന്റെ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ഞാനൊന്ന് കുറച്ച് പറഞ്ഞേ ഉള്ളൂ. അപ്പൊ എന്താ പറയാ, ചാപ്റ്റർ 14 ആണ് ഓപ്പറേഷൻ തിയേറ്റർ. നമുക്ക് ഇന്നത്തെ ഒരു ക്ലാസ് അവസാനിപ്പിക്കാം. അതായത് ഓപ്പറേഷൻ തിയേറ്ററിന്റെ ചാപ്റ്റർ നമുക്ക് അവസാനിപ്പിക്കാം. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ എങ്ങനെയുണ്ടായിരുന്നു ക്ലാസ്സിൽ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? കണ്ടിന്യൂ ചെയ്യാൻ ഉണ്ടോ? പറഞ്ഞോളൂ. നെക്സ്റ്റ് ചാപ്റ്റർ എന്തായിരിക്കും? നെക്സ്റ്റ് ചാപ്റ്റർ നമുക്ക് 2 ചാപ്റ്റർ എടുക്കാനുണ്ട്. വെന്റിലേറ്ററും ഉണ്ട്. വെന്റിലേറ്റർ തന്നെ കണ്ടിന്യൂ ചെയ്യാറ്. ഈ അവസാനിപ്പിക്കും. വെന്റിലേറ്റർ എടുക്കാം നെക്സ്റ്റ്. നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ഇച്ചിരി വലിയ ചാപ്റ്റർ ആണ്. നമുക്ക് വെന്റിലേറ്റർ എടുത്തിട്ട് അതിലേക്ക് പോകും. ഇപ്പൊ ഇന്നത്തോടെ ഈ ചാപ്റ്റർ നമുക്ക് അവസാനിപ്പിക്കാം. വെന്റിലേറ്റർ എടുത്തില്ലേ മാം? വെന്റിലേറ്റർ എടുത്തില്ലേ? ഇല്ല എടുത്തിട്ടില്ല. വേറെ ആരും വന്ന് എടുത്തിട്ടില്ലല്ലോ? വേറെ ടീച്ചേഴ്സ് ഒന്നും വെന്റിലേറ്റർ എടുത്തിട്ടില്ലല്ലോ? ഇല്ല. ഇല്ല. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ വെന്റിലേറ്റർ എടുക്കാം. അപ്പൊ ഇന്ന് നമുക്ക് എന്താ ഓപ്പറേഷൻ തിയേറ്ററിന്റെ അവസാന ഭാഗത്തിലേക്ക് നോക്കാം. നമ്മള് ഡിസ്കസ് ചെയ്ത് അവസാനിപ്പിച്ചത് എവിടെയാ? പ്രിവെൻഷൻ മെഷേഴ്സ് അഗെയിൻസ്റ്റ് ഹാസാർഡ്സ് ഇൻ ഓപ്പറേഷൻ തിയേറ്റർ അല്ലെ? അതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. എന്താ പറഞ്ഞത്? കുറെ മുൻകരുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലെ? ഡോക്ടേഴ്സ് കുറച്ച് മുൻകരുതലായിട്ട് പ്രിവെന്റ് ആയിട്ട് രോഗം വരാതിരിക്കാനായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അതിൽ പ്രത്യേകം പറഞ്ഞു. പിന്നെ എന്താണ്, പ്രത്യേകിച്ച് ബാഡ്ജ് ഗിരീജ് എന്താ കൃത്യമായിട്ട് ഒരിക്കലും പ്രോബ്ലംസ് ഒന്നും വരാതിരിക്കുന്ന രീതിയിലായിരിക്കണം. ഷാർപ്പണായിട്ടുള്ള ഇതുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഡിസ്പോസ് ചെയ്യേണ്ട പ്ലേസുകളെ കുറിച്ചൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. ഇനി ഇതിന് മേലേക്ക് പോകുമ്പോൾ, അതായത് നമ്മൾ നേരത്തെ ക്ലാസ്സിൽ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്ന സമയം ഉണ്ടായി. പക്ഷെ നിങ്ങൾക്ക് ഒരു ലാസ്റ്റ് പേജ് കൂടി ചോദിച്ചിട്ട് നമുക്കൊന്ന് ചോദിക്കാം. അതിൽ നോക്കാം. എമർജൻസി എക്യുപ്മെന്റ് അസോസിയേറ്റഡ് ഡ്യൂട്ടീസ് ആണ് ഇതിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അവസാന ഭാഗത്ത് എന്താണ്, നമ്മൾ എമർജൻസി ആയിട്ടുള്ള എന്തൊക്കെ എക്യുപ്മെന്റ്സുകളെല്ലാം നമ്മൾ ആ ടൈമിൽ അല്ലെ ഓപ്പറേഷൻ നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട ഒരു ടൈമാണ് കടന്നു പോകുന്നത്. ആ ടൈമിൽ എന്താണ് നമുക്ക് ക്വിക്കായിട്ടായിരിക്കും കാര്യങ്ങളൊക്കെ എത്തേണ്ടത്. അപ്പൊ അവിടെ പ്രധാനപ്പെട്ട ചില എക്യുപ്മെന്റ്സ് ഒക്കെ നമുക്ക് അതിനോടൊപ്പം തന്നെ സൂക്ഷിക്കേണ്ടതുണ്ട്. അപ്പൊ അതില് പ്രധാനപ്പെട്ട എക്യുപ്മെന്റ്സിന്റെ കാര്യം പറയുന്നത് കാർഡിയാക് ട്രോളി വിത്ത് ഡിഫിബ്രിലേറ്റർ ഹാസ് ടു ബി റെഡിലി അവൈലബിൾ. നമ്മൾ നേരത്തെ കണ്ടായിരുന്നു അല്ലെ? ഡിഫിബ്രിലേറ്റർ എന്തായിരുന്നു? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? മെസ്സേജ് അയച്ചാലും മതി. നോക്കാം. ഡിഫിബ്രിലേറ്ററിനെ കുറിച്ചിട്ട് എന്താണ് നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ? നമുക്ക് ഫസ്റ്റ് എയ്ഡ് കഴിഞ്ഞിട്ട് നമുക്ക് ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഇതോട് കൂടിയിട്ട് അല്ലെ, ചെറിയ കാന്തത്തിന്റെ വൈദ്യപ്രവാഹം നടത്തി വിടുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു ഇത് അല്ലെ, ആ ഒരു മെഷീനാണ്. അതായത് പ്രവാഹം കടത്തി വിടുമ്പോൾ ഞരമ്പുകളിലൂടെ നമുക്ക് വീണ്ടും അനക്കങ്ങൾ വന്ന് വീണ്ടും ആ വ്യക്തിക്ക് ശ്വാസമൊക്കെ എടുക്കാനായിട്ട് നെഞ്ചിടിച്ചു തുടങ്ങി അവ വീണ്ടും ശ്വാസോച്ഛ്വാസമൊക്കെ നിലനിർത്താനൊക്കെ ആയിട്ട് അവ വരും അല്ലെ? അപ്പൊ ആ ഒരു മെഷീൻ ആ ടൈമില് കാർഡിയൊക്കെ എന്തെങ്കിലും ഫസ്റ്റ് എയ്ഡ് വരികയാണെങ്കിൽ അത് കൃത്യമായിട്ട് അവിടെ അവൈലബിൾ ആയിരിക്കണം. ഇവിടെ ഓപ്പറേഷൻ തിയേറ്ററിന് അതതിന് അവൈലബിൾ ആയിരിക്കണം. ഡു ഓൾ പേഴ്സണൽ നോ ഇറ്റ്സ് ലൊക്കേഷൻ. ഇത് ഓരോതിന്റെയും പ്ലേസുകൾ എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം എന്താണ്, ആ ലൊക്കേഷൻ എവിടെയാണ്. ഇപ്പൊ ഏത്
കാര്യങ്ങൾ ചെയ്യാനാണെങ്കിലും എന്തെങ്കിലും വ്യക്തികളുടെ ആണെങ്കിലും ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടായിരുന്ന പോലെ ഇലക്ട്രിസിറ്റിയുടെ ആ ഒരു പ്രോബ്ലം വന്നപ്പോ അത് സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സണെ ആ ടൈമിൽ അല്ലെങ്കിൽ എക്യുപ്മെന്റ്സിന് എന്തെങ്കിലും പെട്ടെന്ന് പ്രോബ്ലംസ് വന്നാൽ അത് പെട്ടെന്ന് തന്നെ മെയിൻ്റെനൻസ് നടത്തണമെങ്കിൽ ആ ഒരു കൈകാര്യം ചെയ്യാനായിട്ടുള്ള സ്കിൽഡ് പേഴ്സണെ അവൈലബിൾ ആയിട്ടുള്ള ലൊക്കേഷൻ എവിടെയാണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. Specific duties of each person to be performed in a connection with the emergency equipment checking of a medicine which are expired and preventive maintenance of equipment. അല്ല മെഡിസിൻസ് അപ്പൊ ഇപ്പൊ എന്തെങ്കിലും പെട്ടെന്നായിട്ട് കൊടുക്കേണ്ട മെഡിസിൻസ് ആണെങ്കിലും അല്ലെങ്കിൽ എക്യുപ്മെന്റ്സുകളാണെങ്കിലും അത് കൈകാര്യം ചെയ്യുന്ന പേഴ്സണെ ആണെങ്കിലും എല്ലാം ക്വിക്കായിട്ട് അതിന്റെ ലൊക്കേഷൻ ആണെങ്കിലും ആ സാധനങ്ങളുടെ പ്ലേസ് ആണെങ്കിലും എല്ലാം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം എന്നാണ് എന്ത് എമർജൻസി എക്യുപ്മെന്റ് അസോസിയേറ്റഡ് ഡ്യൂട്ടീസിൽ പറയുന്നത്. നമുക്കറിയാം ഓപ്പറേഷന്റെ ടൈമിൽ എന്താ പറയുക ഡോക്ടേഴ്സും നഴ്സുമാരെ മറ്റ് അസിസ്റ്റന്റ് ആയിട്ടുള്ള വർക്കേഴ്സുകൾ എല്ലാവരും കൂടിയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. നമുക്കറിയാം അത് കാർഡിയോളജിസ്റ്റ് ആണെങ്കിലും അവരുടെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നോട്ട് ചെയ്യാനായിട്ട് കുറെ പേരൊക്കെ ഉണ്ടാവുന്നതൊക്കെ അറിയാം. അതോടൊപ്പം തന്നെ എന്തെങ്കിലും അർജന്റ്ലി എന്തെങ്കിലും മെഷീൻസിന്റെ ഒക്കെ യൂസേജ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയുടെ എന്തെങ്കിലും പ്രോബ്ലംസ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അതിനോടൊപ്പം കൊടുക്കേണ്ട മെഡിസിൻസിന്റെ കാര്യമാണെങ്കിലും എന്താണെങ്കിലും അത് എവിടെയാണ് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത് ആ പേഴ്സണെ ആണെങ്കിൽ അത് ഏത് ലൊക്കേഷനിലാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം എന്നാണ് എന്ത് ഇതിൽ പറയുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? നിങ്ങൾക്ക് എന്താണ് എമർജൻസി എക്യുപ്മെന്റ് അസോസിയേറ്റഡ് ഡ്യൂട്ടീസ് മനസ്സിലായോ? നമ്മുടെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു ചെറിയ മെഷീൻ അത് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മള് എല്ലാ കാര്യം ക്ലിയർ ആവണം. ഒരു ചെറിയ എക്സാമ്പിൾസ് മാത്രമേ ഇവിടെ കൊടുക്കുള്ളൂ അല്ലെ. അപ്പൊ ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് നോക്കാം. അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് ഇൻവോൾവ് സ്റ്റാൻഡേർഡ് പോളിസീസ് ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് പേഷ്യന്റ് ഇൻ ഓപ്പറേഷൻ തിയേറ്റർ. നമുക്കറിയാം പേഷ്യന്റിനാണ് അല്ലെ പേഷ്യൻസ് എന്തിനാ ഓപ്പറേഷന് വിധേയമാകുന്നത് അവര് രോഗം ഭേദമാക്കാനായിട്ട് അല്ലെങ്കിൽ അസുഖം മാറി ഹോസ്പിറ്റലിൽ നിന്നൊക്കെ നല്ല ജീവിതത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് ആരോഗ്യവാനാവാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പൊ അവർക്ക് കൊടുക്കുന്ന പ്രൊട്ടക്ഷൻ അവർക്ക് കൊടുക്കുന്ന സംരക്ഷണം അതുമായി ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേഷൻ അതുമായി ബന്ധപ്പെട്ട ഭരണങ്ങൾ എന്തൊക്കെയാണ് കാര്യങ്ങളാണ് എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതിൽ പറയുന്നു ഫസ്റ്റ് വൺ മെത്തേഡ്സ് ഓഫ് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ. നമുക്കറിയാം ഒരുപാട് ഓപ്പറേഷൻ അല്ലെ ഓപ്പറേഷൻ തിയേറ്ററിൽ വ്യത്യസ്ത തരത്തിലുള്ള ഓപ്പറേഷൻസ് അവരവരുടെ ഡ്യൂട്ടി ചെയ്യാനായിട്ട് ഡോക്ടേഴ്സ് വരുന്നു, ഓപ്പറേഷൻ കഴിയുന്നു, പിന്നെ നെക്സ്റ്റ് പേഷ്യൻസിന് അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള ഓപ്പറേഷൻ തിയേറ്ററിൽ അതുമായി ബന്ധപ്പെട്ട വ്യക്തികളെ പ്രവേശിക്കും. അപ്പൊ ആ ഒരു പേഷ്യൻസിന് അതിന്റെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് വല്ല ലെവൽസോ അല്ലെങ്കിൽ അതിന്റെ ഡോക്ടേഴ്സിന്റെ നെയിമോടുകൂടി അല്ലെങ്കിൽ പേഴ്സൺസിന്റെ നെയിമോ അങ്ങനെ എന്തെങ്കിലും ഒരു ഐഡന്റിഫിക്കേഷൻ മാർക്ക് ഉണ്ടാവും. ആ മെത്തേഡ് അനുസരിച്ച് തന്നെ ആ ഐഡന്റിഫിക്കേഷൻ മാർക്ക് ഉപയോഗിച്ചിരിക്കണം. പിന്നെ റെസ്ട്രെയിനിങ് ഓഫ് പേഷ്യൻസ് ഡ്യൂറിങ് മൂവ്മെന്റ്. നമുക്കറിയാം ഒരു കൺട്രോളിങ് അതാണ് റിസ്ട്രെയിനിങ് എന്ന് പറയുന്നത്. റിസ്ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു കൺട്രോളിങ് ഉണ്ടായിരിക്കണം അവരുടെ ആ മൂവ്മെന്റ് അല്ലെ. നമുക്ക് ഒരു ഓപ്പറേഷന് വിധേയമാവുന്ന ടൈം അല്ലെങ്കിൽ അവരെ കയറ്റേണ്ട സമയം അവരെ ഇറക്കേണ്ട സമയം ഇതെല്ലാം ഒരു കൺട്രോളിങ് ഉണ്ടായിരിക്കണം. ആരെ കയറ്റണം, ഏത് ടൈമിലായിരിക്കണം, അല്ലെങ്കിൽ അവൈലബിൾ ആയിരിക്കേണ്ട സ്റ്റാഫുകൾ ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതാണ് പറയുന്നത് പേഷ്യൻസിന്റെ മൂവ്മെന്റ് എപ്പോഴും കൺട്രോൾ ചെയ്തിരിക്കണം. Then about protection of a patients on operating table while turning or transferring. നമുക്കറിയാം എല്ലാ പേഷ്യൻസ് ചില പേഷ്യൻസിനൊക്കെ ഭയങ്കര നടുവിനോ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളെ ബാധിച്ച വ്യക്തികളൊക്കെ ഉണ്ട്. അവരെ ടേൺ ഒന്ന് തിരിക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റൊരു ടേബിളിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഓപ്പറേഷൻ റൂമിലേക്ക് കൊണ്ടുപോകുമ്പോൾ അങ്ങനെയുള്ള ഏത് ടൈമിലാണെങ്കിലും എന്താണ് വളരെ പ്രൊട്ടക്ഷൻ അവർക്ക് സംരക്ഷണം കൊടുക്കണം. ചിലപ്പോ ആ ഒരു മൊമെന്റിൽ തന്നെ അങ്ങനെയെങ്കിലും ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഘട്ടത്തിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോഴൊക്കെ ആയിരിക്കാം ഇവർക്ക് കുറച്ചും കൂടി അസുഖം ചിലപ്പോൾ കൂടുന്നത്. അപ്പൊ അത് വളരെ കെയർഫുൾ ആയിരിക്കണം അവരെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. പ്രൊട്ടക്ഷൻ ഓഫ് പേഷ്യന്റ് ഓൺ ഓപ്പറേറ്റിംഗ് ടേബിൾ വൈൽ ടേണിംഗ് ഓർ ട്രാൻസ്ഫറിംഗ്. ഇൻഫെക്ഷൻ പ്രിവെൻഷൻ പ്രോട്ടോകോൾ ഇതിലെന്താ പറയുന്നത് എപ്പോഴും പ്രിവെൻഷൻ മുൻകരുതൽ. ഒരിക്കലും അസുഖങ്ങൾ വരാനായിട്ട് പാടില്ല അല്ലെ, അണുക്കൾ പ്രവേശിക്കാൻ പാടില്ല. അങ്ങനെയാണ് നമ്മൾ ഓപ്പറേഷൻ റൂമിലേക്ക് നമ്മൾ കയറുമ്പോഴും ഇറങ്ങുമ്പോഴൊക്കെ അതുമൂലം ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ കയറുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണുക്കളുടെ ആ ഒരു പ്രസരണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് ഇല്ലാവാതിരിക്കാനായിട്ടുള്ള പ്രോട്ടോകോൾസ് എന്തൊക്കെ ചെയ്യേണ്ടതുണ്ടോ അതെല്ലാം കൃത്യമായി തന്നെ പ്രിവെൻഷൻ ആ മുൻകരുതലുകളെല്ലാം കൃത്യമായി തന്നെ കൈകാര്യം ചെയ്തിരിക്കണം. ഇനി ഇൻ റിക്കവറി റൂം ഇവിടെ വീണ്ടും പറയുന്നുണ്ട് ഓപ്പറേഷൻ തിയേറ്ററിലെ കാര്യം പറഞ്ഞു. ഇനി റിക്കവറി റൂമിൽ എന്താ പറയുന്നത് പേഷ്യൻസ് ഒബ്സർവേഷൻ. നമ്മള്
ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ അല്ലെ നമ്മൾ റിക്കവർ ചെയ്ത് വാർഡിലേക്ക് കടക്കുന്നതിന് മുമ്പും കുറച്ചു നേരം അവർ ഒബ്സർവേഷൻ റൂം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവര് കൈകാര്യം ചെയ്യും. അപ്പൊ റിക്കവറി റൂമിൽ എന്താ ചെയ്യുന്നത്? പേഷ്യന്റ് ഒബ്സർവേഷൻ ടു ബി പെർഫോംഡ് every 15 minutes after the surgery, including vital signs, level of consciousness, bleeding, etc. അപ്പൊ അതിലെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻസിന്റെ ഒബ്സർവേഷൻ അതൊക്കെ ആ നിരീക്ഷണത്തിന് വിധേയമാക്കണം അല്ലെ. ഓരോ 15 മിനിറ്റ് കൂടുമ്പോഴും അവർക്ക് എന്താ ചിലപ്പോൾ മോണിറ്ററിംഗ് സൗകര്യത്തോട് കൂടിയിട്ടായിരിക്കും അവരുടെ പ്രഷർ, ചിലപ്പോൾ ഓപ്പറേഷൻ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം വേരിയേഷനോ വേറെ എന്തെങ്കിലും സിംറ്റംസ് എന്താ പറയുക ഹേർട്ടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സിംറ്റംസോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എന്താ ആ മോണിറ്ററിന്റെ സാന്നിധ്യത്തോട് കൂടിയിട്ട് അവര് ഒബ്സർവ് ചെയ്യണം. ലെവൽ ഓഫ് കോൺഷ്യസ് നമുക്കറിയാം ബോധം കെടുത്തിയിട്ടാണ് ഈ വ്യക്തികളെ ഓപ്പറേഷന് വിധേയമാക്കുന്നത്. അപ്പൊ അതങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ കുറേശ്ശെയാണ് അവര് ബോധാവസ്ഥയിലേക്ക് വരുന്നത്. അപ്പൊ അതിന്റെ ആ ലെവൽ ഇപ്പോഴും നോർമലി ഇപ്പൊ ഓപ്പറേഷൻ കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞിട്ടും ബോധം തെളിയാതെ പറഞ്ഞ ഡേഞ്ചറാണ്. അപ്പൊ ആ സമയത്തിനനുസരിച്ച് തന്നെ ഇവർക്ക് കോൺഷ്യസ് ആയിട്ട് അവര് അൺകോൺഷ്യസിൽ നിന്ന് മാറുന്നുണ്ടോ അല്ലെങ്കിൽ ബ്ലീഡിങ്, നമുക്കറിയാം ബ്ലീഡിങ് ഒക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ബ്ലീഡിങ് ഫ്ലോ ഒക്കെ നിയന്ത്രിക്കാനായിട്ട് ഓരോ മെഷീൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആ മെഷീൻസിനൊക്കെ കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്ത് വെച്ചിരിക്കണോന്ന് പറയും. അപ്പൊ അതൊക്കെ ഫ്ലോ ഒക്കെ പോകുന്നുണ്ടോ, അങ്ങനെയൊക്കെ ബ്ലീഡിംഗ് ഒക്കെ പോകുന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. അപ്പൊ അതെല്ലാം ഒബ്സർവ് ചെയ്യാനായിട്ട് ഇവര് ശ്രദ്ധിച്ചിരിക്കുക. അതാണ് റിക്കവറി റൂമില് ചെയ്യുന്നത്. ഇതാണ് പേഷ്യന്റ് ഒബ്സർവേഷൻ to be performed every 50 minutes after the surgery, including vital signs, level of consciousness, bleedings, etc. And all equipment should be ready on a demand. നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ എക്യുപ്മെന്റ്സും എപ്പോഴും റെഡിയാക്കി അല്ലെ. നമ്മൾ ഈ ഒബ്സർവ് ചെയ്യുമ്പോഴാക്കിയായിരിക്കും കുറെ കാര്യങ്ങൾ മനസ്സിലാവും. ചിലപ്പോൾ ആണെങ്കിൽ പെട്ടെന്ന് ബോധമൊക്കെ വരുമ്പോൾ അവർക്ക് ആകെ അനിയന്ത്രിതമായിട്ടുള്ള പെയിൻസും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവരുടെ ആകെ വീണ്ടും പ്രശ്നങ്ങളൊക്കെ. അപ്പൊ അവിടെ എന്തെങ്കിലും മെഷീൻസിന്റെ ഒക്കെ ഉപയോഗം ആവശ്യമുണ്ടെങ്കിൽ അറ്റ് മൊമെന്റിൽ അത് റെഡി ആയിരിക്കും. അപ്പൊ അതെല്ലാം എന്താ പറയുക റെഡി ഓൺ ഡിമാൻഡ്, ആവശ്യമുള്ള രീതി, ഡിമാൻഡ് എന്ന് വെച്ചാൽ ആവശ്യകത അല്ലെ, ആവശ്യകതയ്ക്ക് അനുസരിച്ച് ഈ എക്യുപ്മെന്റ്സ് എല്ലാം റെഡി ആക്കിയിരിക്കണം. പിന്നെ റെസ്ട്രിക്ഷൻ ഓഫ് വിസിറ്റേഴ്സ് ടു പ്രിവെന്റ് ഇൻഫെക്ഷൻ. അറിയാം അസുഖങ്ങളെ ഓപ്പറേഷൻ ഒക്കെ കഴിയുമ്പോൾ അവർക്ക് പെട്ടെന്ന് രോഗങ്ങളൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വിസിറ്റേഴ്സിന് നമ്മൾ എല്ലാവർക്കും അറിയാവുന്നതാണ് ഓപ്പറേഷൻ കഴിയുമ്പോൾ എന്താണ് പനിയും എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് കയറി പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അത്തരത്തില് വിസിറ്റേഴ്സിനൊക്കെ തടഞ്ഞു നിർത്താനായിട്ട് റെസ്ട്രിക്ഷൻസ് ഒക്കെ കൊടുക്കണം. അങ്ങനെയാണ് എന്താ റിക്കവറി റൂമിലുള്ള അഡ്മിനിസ്ട്രേഷൻ പറയുന്നത്, ഭരണങ്ങൾ പറയുന്നത്. ക്ലിയർ ആയോ? കുഴപ്പമില്ലല്ലോ? ഓക്കെ അല്ലേ? നമുക്ക് കണ്ടിന്യൂ ചെയ്യാലോ? അയ്യോ റെസ്പോണ്ട് ഇല്ല, കണ്ടിന്യൂ ചെയ്തോട്ടെ. നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയല്ലേ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറി. ഓക്കെ, അതിൽ എന്താണ് പറയുന്നത്? എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാണ് ഓപ്പറേറ്റിംഗ് റൂമിലെ എക്സിക്യൂട്ടീവ് സെക്രട്ടറിക്ക് ഉള്ളതെന്ന് പറയുകയാണ്. എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാണെന്ന് നോക്കാം. Operating room executive secretaries keep the department running smoothly and effectively by greeting and welcoming patients. നമുക്കറിയാം ഇത് ഓപ്പറേഷൻ റൂമിനുമായി ബന്ധപ്പെട്ട ഒരു എക്സിക്യൂട്ടീവ് സെക്രട്ടറിക്ക് ആദ്യമായി തന്നെ എന്താണ് അവര് എല്ലാവരെയും കിട്ടാനുള്ള അല്ലെ ഫ്രണ്ട് ഓഫീസിൽ പറഞ്ഞ മാതിരി എല്ലാ പേഷ്യൻസിനെയും അല്ലെങ്കിൽ റിലേറ്റീവ്സിനെയും അവരെ മര്യാദയോടുകൂടി കേൾക്കാനായിട്ട് അല്ലെങ്കിൽ വിഷ് ചെയ്യാൻ ഗ്രീറ്റ് ചെയ്യാനും വെൽക്കം ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു കഴിവ് അല്ലെ എഫിഷ്യൻസി എഫക്റ്റീവ്ലി അവർക്ക് ഉണ്ടായിരിക്കണം. ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറീസ് കീപ്പ് ദ ഡിപ്പാർട്ട്മെന്റ് റണ്ണിങ് സ്മൂത്ത്ലി, ഒരു സ്മൂത്ത് ആയിട്ട് റൺ ചെയ്ത് പോവാനായിട്ടും ആൻഡ് എഫക്റ്റീവ്ലി കാര്യക്ഷമമായിട്ട് പോവാനായിട്ടും ബൈ ഗ്രീറ്റിംഗ് ആൻഡ് വെൽക്കമിങ് പേഷ്യൻസ്, അവരൊക്കെ നല്ലപോലെ തന്നെ വിഷ് ചെയ്യാനും വെൽക്കം ചെയ്യാനൊക്കെ ആയിട്ട് ശ്രദ്ധിക്കണം. ആൻസറിങ് ക്വസ്റ്റ്യൻസ് ആൻഡ് ക്ലിയർ ഡൗട്ട്സ്. നമുക്കറിയാം ഓപ്പറേഷൻ ഒക്കെ ആകുമ്പോഴാണ് കൂടുതൽ അല്ലെ പേഷ്യൻസിനാണെങ്കിലും റിലേറ്റീവ്സിനാണെങ്കിലും കൂടുതൽ എടുക്കേണ്ടയും കാര്യങ്ങളൊക്കെ വരുന്ന ടൈമാണത്. അപ്പൊ അവർക്ക് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോ ഈ എന്താണ് ഇവരോട് ചോദിക്കുന്നത് അല്ലെ. അപ്പൊ അവരോട് ചോദിക്കുമ്പോൾ എന്തായിരിക്കണം അവർക്കൊക്കെ ആൻസേഴ്സ് ക്ലിയർ ആയിട്ട് ആൻസർ ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ സംശയങ്ങളൊക്കെ ക്ലിയർ ഔട്ട് ചെയ്യാനായിട്ട് തയ്യാറായിരിക്കണം. Then these workers operate office equipment that includes voicemail and phone systems,
issuance of copies and scanners, and also maintain and organize the department supplies. അതായത് നമുക്കറിയാം ഒരു ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം എന്താണ് ഈ റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറിക്ക് അറിഞ്ഞിരിക്കണം. അതായത് ഓഫീസ് എക്യുപ്മെന്റ് യൂസ് ചെയ്യാനെങ്കിൽ വോയിസ് കോൾ ഒക്കെ വിടേണ്ടതുണ്ടെങ്കിൽ നമുക്ക് മറുപടി അങ്ങനെ അയക്കേണ്ടതുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫോൺ സിസ്റ്റംസ് ഫോൺ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടത്, ഈ കോപ്പീസോ സ്കാനേഴ്സ് എന്തെങ്കിലും സ്കാനിങ്ങിന്റെ പ്രിന്റ്, നമുക്കറിയാം ഓപ്പറേഷൻ ഒക്കെ പറയുമ്പോൾ കുറെ ആങ്കറുകളും കുറെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. ചിലപ്പോൾ അതിന്റെ കോപ്പി, അതിന്റെ സ്കാനിങ്ങിന്റെ റിപ്പോർട്ട്, അല്ലെങ്കിൽ അതിന്റെ കോപ്പി, അല്ലെങ്കിൽ ഏതെങ്കിലും മറുപടി കൊടുക്കേണ്ടതുണ്ടാവും. അങ്ങനെ വോയിസ് കോൾ ആണെങ്കിലും അങ്ങനെ ടെക്നിക്കലായിട്ടും ഈ ഓഫീസുമായിട്ടുള്ള എക്യുപ്മെന്റ്സിനെ യൂസ് ചെയ്യാനായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് കൃത്യമായിട്ട് ഈ വ്യക്തി അറിഞ്ഞിരിക്കണം. ആൻഡ് ഓൾസോ മെയിൻറ്റെയിൻ ആൻഡ് ദ ഓർഗനൈസ് ഡിപ്പാർട്ട്മെന്റ് സപ്ലൈസ്. ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് കൊടുക്കാനും എന്താ പറയുക ഓർഗനൈസ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള കഴിവ് ഈ സെക്രട്ടറിക്ക് ഉണ്ടായിരുന്നു. They accept and route message and transfer correspondence verbally or through write phone. അതായത് ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് മെസ്സേജുകളൊക്കെ വരുന്ന ആ റൂട്ട് അനുസരിച്ച് തന്നെ അവർക്ക് കറസ്പോണ്ടൻസ് ആയിട്ട് അവർക്ക് മറുപടികൾ വെർബലി ചിലപ്പോണെങ്കിൽ നമുക്ക് നേരിട്ട് സംസാരിക്കേണ്ട വോയിസ് അനുസരിച്ചോ അല്ലെങ്കിൽ വേർഡിലൂടെ നമുക്ക് ഫോണിലൂടെയാണെങ്കിൽ വെർബലി നമുക്ക് ചെയ്യേണ്ടി വരും. ത്രൂ റൈറ്റ് ഫോം ചിലപ്പോഴെങ്കിൽ എന്താണ് നമ്മൾ എഴുതി തയ്യാറാക്കിയ ഫോമിലൂടെയൊക്കെ ആയിരിക്കണം നമ്മൾ ഈ റിട്ടേൺ റെസ്പോൺസ് റിട്ടേൺ ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരുന്നത്. അപ്പൊ എന്താണോ ആ രീതിയിൽ റിട്ടേൺസ് മറുപടികളൊക്കെ കൊടുക്കാനായിട്ട് മെസ്സേജുകൾക്കൊക്കെ കറസ്പോണ്ടന്റ് ആയിട്ടുള്ള ആക്ഷൻസ് കൊടുക്കാനായിട്ട് ഈ വ്യക്തി തയ്യാറായിരിക്കണം. Then additional duties consist of taking a specimen to the lab, help in scheduling procedures, supporting the department through updating birth status. നമുക്കറിയാം അഡീഷണൽ ആയിട്ട് ഡ്യൂട്ടീസ് എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാബിലേക്ക് നമുക്ക് ഓപ്പറേഷൻ ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ എന്താ പറയുക ലാബിലേക്ക് ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ലാബിലേക്ക് ബ്ലഡ് ആണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്ലൂയിഡ് ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ നമ്മൾ ലാബിലേക്കൊക്കെ അയക്കേണ്ടതൊക്കെ ആയിട്ട് വരും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ അവർക്ക് കൊടുക്കേണ്ടത് വരും. ദെൻ അതേപോലെ തന്നെ ശരി അതുമായി ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സ് നടപടിക്രമങ്ങൾ അല്ലെ അപ് ടു ഡേറ്റ് ആയിട്ട് ടൈമിങ്ങിൽ കൃത്യമായിട്ട് തന്നെ ടൈമിങ്ങിലേക്ക് കൊണ്ട് ചെയ്യേണ്ടതൊക്കെ വരും. അപ്പൊ ആ പ്രൊസീജിയേഴ്സ് ഒക്കെ കൃത്യമായിട്ട് ചെയ്യണം. ഓരോ ഡിപ്പാർട്ട്മെന്റിനനുസരിച്ചായിരിക്കും ഈ പ്രൊസീജിയേഴ്സ് വരാം അല്ലെ. ഓപ്പറേഷൻ ചെയ്തിട്ട് ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണോ ആ ഡിപ്പാർട്ട്മെന്റിലേക്കായിരിക്കും ഈ കാര്യങ്ങൾ നടപടികൾ ചെയ്യേണ്ടത്. പിന്നെ ബെഡ് സ്റ്റാറ്റസ് അതേമാതിരി തന്നെയാണ് എന്ത് ഈ ഓപ്പറേഷൻ റൂമില് ഒരു വ്യക്തിക്ക് ശേഷമാണ് നെക്സ്റ്റ് പേഷ്യൻസിനെ നമ്മൾ കയറുന്നത്. അപ്പൊ അതിന് അവിടുത്തെ ആ വെക്കേറ്റ് ചെയ്തിരിക്കുന്ന പ്ലേസ്മെന്റ് അതൊക്കെ കൃത്യമായിട്ട് അപ്ഡേഷൻ ഒക്കെ ആയിട്ട് കൃത്യമായിട്ട് അവിടെ അറിഞ്ഞിരിക്കണം. അതായത് ബെഡിന് നമുക്കറിയാം അല്ലെ ഒരു പേഷ്യൻസിന് നമുക്ക് ഓപ്പറേഷൻ റൂമിൽ കയറ്റുന്നെങ്കിൽ അതെല്ലാവരും കൂടെ ഒന്നിച്ച് കയറ്റാൻ പറ്റില്ലല്ലോ. അപ്പൊ ആ ഒരു ബെഡ് റൂട്ടിനൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. മെയിൻറ്റെയിനിങ് ക്ലീൻ ലൈൻസ് ആൻഡ് ഓർഡർ ലൈൻസ് ലൈക്ക് ക്ലീനിങ് നഴ്സിംഗ് സ്റ്റേഷൻസ്. അതായത് നഴ്സിംഗ് സ്റ്റേഷൻസിലുള്ള ക്ലീൻ ലൈൻ അതുമാതിരി തന്നെ അത്രയും പെർഫെക്റ്റോട് കൂടിയിട്ട് ഇതാണ് ഓപ്പറേഷൻ റൂമിന്റെ ആ ഇതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് അവിടെയൊക്കെ ക്ലീൻ ലൈൻസ് കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. എക്സിക്യൂട്ടീവ് സെക്രട്ടറീസ് മേ ഓൾസോ ബി റെസ്പോൺസിബിൾ ഫോർ മാനേജിങ് ആൻഡ് ട്രെയിനിങ് ന്യൂ ക്ലറിക്കൽ വിത്തിൻ ദ ഓപ്പറേറ്റിംഗ് റൂം ഡിപ്പാർട്ട്മെന്റ്. അതായത് പുതിയ ക്ലറിക്കൽ ആയിട്ടുള്ള സ്റ്റാഫുകൾ അല്ലെ നമുക്ക് ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട ഓഫീസ് വർക്ക് ചെയ്യാനായിട്ട് പുതിയ ന്യൂ സ്റ്റാഫുകളൊക്കെ ക്ലറിക്കൽ ഡ്യൂട്ടിക്കൊക്കെ വരുമ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള മാനേജിങ്ങും ട്രെയിനിങ്ങും ഒക്കെ കൊടുക്കേണ്ടത് ആരാണ്? ഈ ഓഫീസ് എന്താണ് എക്സിക്യൂട്ടീവ് സെക്രട്ടറിയാണ് എന്ന് പറയുന്നത്. ഓപ്പറേറ്റിംഗ് റൂമിലെ എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ ഒരു ചുമതല തന്നെയാണ് ഈ പറയുന്നത്. ക്ലിയറായോ? ഇത് വലിയ കുഴപ്പമില്ലാത്തൊരു ഭാഗമല്ലേ? റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറി. നമ്മൾ എന്തെങ്കിലും ഓഫീസുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റാഫിന്റെ ഒരു കുറച്ച് ഡ്യൂട്ടികളാണ്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഡ്യൂട്ടി. പിന്നെ പുതിയൊരു അപ്പോയിന്റ്മെന്റ്സ് വരാണെങ്കിൽ ഓക്കെ 4 മിനിറ്റ് മുന്നോട്ട് പറയാൻ പറയുന്നു. ഓക്കെ they accept and route message and transfer correspondence verbally or through write. ആക്സെപ്റ്റ് എന്ന് വെച്ചാൽ സ്വീകരിക്കുക. ആൻഡ് റൂട്ട് മെസ്സേജ് മെസ്സേജിന്റെ റൂട്ട് ആൻഡ് ട്രാൻസ്ഫർ അത് എന്താണോ ഏത് രീതിയിലാണോ എന്നുള്ള രീതിയിൽ ആക്സെപ്റ്റ് സ്വീകരിക്കുക. ആൻഡ് ട്രാൻസ്ഫർ കറസ്പോണ്ടൻസ് വെർബലി ഓർ ത്രൂ റൈറ്റ് ഫോം. എന്തെങ്കിലും മെസ്സേജുകൾ വന്ന വഴിയെ നമ്മൾ സ്വീകരിക്കണം. അതിന്റെ കറസ്പോണ്ടൻസ് അതിന് മറുപടി എന്നുള്ള രീതിയിൽ ചിലപ്പോൾ വെർബലി ആയിരിക്കാം. അതായത് നമുക്ക് റിട്ടേൺ ഫോം അല്ലാതെ
നമ്മളുടെ വോയിസിൽ കൂടെ നമുക്ക് സംസാരിക്കാം. ഓർ റൈറ്റ് ഫോം എന്തെങ്കിലും നമുക്ക് written ആയ രീതിയിൽ അപേക്ഷ അല്ലെ നമുക്ക് മറുപടി വേണമെങ്കിൽ എന്താ പറയുന്നത് ഹാൻഡിൽ ചെയ്യും. നമുക്ക് എഴുതുകയും ചെയ്യാം അല്ലെങ്കിൽ വോയിസിലൂടെ സംസാരിക്കുകയും ചെയ്യാന്നാണ് ഉദ്ദേശിക്കുന്നത്. Then fifth point il parayunna additional duties consist of taking a specimen to the lab. Additional ആയിട്ടുള്ള ഡ്യൂട്ടീസ് ഈ ഇത് ഓഫീസ് ക്ലിനിക്കൽ ഡ്യൂട്ടീസിന്റെ കാര്യങ്ങളാണല്ലോ പറഞ്ഞത്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് ലാബുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് കളക്ട് ചെയ്യേണ്ട കുറെ സംഭവങ്ങളൊക്കെ ലാബിലേക്കൊക്കെ കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ അതിനെ സ്പെസിഫൈ ചെയ്തിട്ടുള്ള കാര്യമാണ് ഹെൽപ്പ് ഇൻ ഷെഡ്യൂളിംഗ് പ്രൊസീജിയർ സപ്പോർട്ടിംഗ് ദ ഡിപ്പാർട്ട്മെന്റ് ത്രൂ അപ്ഡേറ്റിംഗ് ബെഡ് സ്റ്റാറ്റസ്. അതായത് ഷെഡ്യൂള് നമ്മുടെ ഷെഡ്യൂൾ അനുസരിച്ച് ഓരോ പേഷ്യൻസിന്റെയും ഷെഡ്യൂൾ അനുസരിച്ചാണല്ലോ അവർക്ക് അപ്പോയിന്റ്മെന്റ് കൊടുക്കുക, അവർ ഓപ്പറേഷന് വിധേയമാക്കുക, അവരുടെ സാമ്പിൾസ് ഒക്കെ എടുത്ത് ലാബിലേക്ക് അയക്കേണ്ടതാണെങ്കിൽ അത് അയക്കുക. ഇതെല്ലാം ഡിപ്പാർട്ട്മെന്റ് ബേസ് ആയിട്ട് ഇവര് കൈകാര്യം ചെയ്യുമ്പോഴും എന്താണ് എക്സിക്യൂട്ടീവ് സെക്രട്ടറിക്കും അതിന്റെ ചുമതലകളുണ്ട്. അതേമാതിരി തന്നെ അപ്പൊ ആ ബെഡ് വെക്കേറ്റ് ചെയ്തു ഇനി നെക്സ്റ്റ് പേഷ്യന്റ് അപ്പൊ ആ പേഷ്യന്റിന്റെയും ഇതേമാതിരി തന്നെ ഓപ്പറേഷന് വിധേയമാക്കുക. അവരിൽ നിന്നും ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ലാബിലേക്ക് അയക്കേണ്ടതുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും മറുപടികൾ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ അനുസരിച്ച് കൊടുക്കാം. നെക്സ്റ്റ് അങ്ങനെ ഒരു റുട്ടീൻ ആയിട്ടുള്ള ഒരു ആക്ഷൻസ് ഷെഡ്യൂൾ ചെയ്ത പ്രൊസീജിയർ ഒക്കെ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള രീതിയിൽ തന്നെ കാര്യങ്ങൾ ചെയ്തു പോകാനായിട്ട് ഉള്ള റെസ്പോൺസിബിലിറ്റി ആർക്കുണ്ട്? എക്സിക്യൂട്ടീവ് സെക്രട്ടറിക്ക് ഉണ്ടെന്ന് പറയുന്നു. ക്ലിയർ ആയോ? ഓക്കെ. Third point il parayunnu these workers operate office equipment that includes voicemail. ഇത് തന്നെയാണ് ഓരോ പോയിന്റിലും ഇത് തന്നെ ആവർത്തിക്കുന്നത്. അതായത് വോയിസ് മെയിൽ ചെയ്യേണ്ടതുണ്ടെങ്കിൽ വോയിസ് മെയിൽ ചെയ്യാം. ഫോൺ സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. ഫോൺ വഴിയാണെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് നമുക്കറിയാലോ വാട്സപ്പ് ആയിട്ട് ചിലപ്പോൾ വോയിസ് മെയിൽ ആയിരിക്കും ചെയ്യുന്നത്, ചിലപ്പോൾ ഫോണിൽ കൂടെ ആയിരിക്കും. അപ്പുറത്ത് എന്താണ് ഇതിന്റെ മറുപടി കേൾക്കാനുള്ള വ്യക്തി ഉണ്ടായിരിക്കും. മെഷീൻസ് വഴി നമുക്ക് മെഷീൻസ് വഴിയിട്ടുള്ള കാര്യങ്ങൾ അതായത് പ്രിന്റ് ഔട്ടോ എന്തൊക്കെ എടുക്കാണ് അല്ലെങ്കിൽ കോപ്പീസ് സ്കാനറിന്റെ റിപ്പോർട്ടുകൾ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാനായിട്ട് ആരാണ് ഈ എക്സിക്യൂട്ടീവ് സെക്രട്ടറി ബാധ്യസ്ഥനാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇത് വായിച്ചാൽ നമുക്ക് ക്ലിക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പ്രത്യേകിച്ച് ഇതൊന്നും അല്ലെ നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ മാതിരിയുള്ള സംഭവങ്ങളൊന്നും പറയുന്നില്ല എന്ന് തോന്നുന്നു. ഇനിയിപ്പോ നമ്മള് ലേറ്റ് ആയി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് എഴുതാനായിട്ട് നമുക്ക് പറ്റാതെ വരും. ഇതെന്തായാലും ഓപ്പറേഷൻ തിയേറ്റർ ഇന്ന് തന്നെ തീർക്കണം. ഓക്കെ. അപ്പൊ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് എന്തെങ്കിലും ക്ലിയർ ചെയ്യുന്നതിന് കുഴപ്പമില്ല കേട്ടോ, കാരണം അത് പെൻഡിങ് വെക്കണ്ടല്ലോ. അപ്പൊ ഇനി എന്തെങ്കിലും പോയിന്റ്സ്? ഓക്കെ. ഇന്നൊരു ചെറിയൊരു ഭാഗം എടുക്കാനുണ്ടായുള്ളൂ. എമർജൻസി എക്വിപ്മെന്റ് അസോസിയേറ്റ് ഡ്യൂട്ടീസും അപ്പം ഇത്ര എന്താണ് പ്രൊട്ടക്ഷൻ പേഷ്യൻസിന്റെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടത് പിന്നെ റെസ്പോൺസിബിലിറ്റി. ഓക്കെ അല്ലേ? നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്താണോ? അറിയോ? ക്വസ്റ്റ്യൻസ് ചെയ്താലോ? ഓക്കെ. അപ്പൊ നമ്മള് ഓപ്പറേഷൻ തിയേറ്ററിന്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് വാട്ട് ഈസ് ദ നോക്കാം. What is the purpose of the next chapter? Ventilator. Ventilator ആണ് next chapter. Chapter number 13 ആയിട്ട്. Operation theatre 12 ആണ്. Ventilator chapter number 13 ആയിട്ട്. അങ്ങനെ തന്നെയാണോ നിങ്ങൾക്ക്? Ventilator 13 ആണോ? അറിയില്ല കേട്ടോ. ഓക്കെ. അപ്പൊ ക്വസ്റ്റ്യൻസ് എഴുതിക്കോളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദ sterile field in the operation theatre? What is the purpose of the sterile field in the operation theatre? നിങ്ങൾ എല്ലാ ഓപ്ഷൻസ് ചെയ്തണ്ട, ഞാൻ ഓപ്ഷൻസ് പറഞ്ഞു പോവാം. To maintain surgical team safely, to organize surgical instruments, to optimize surgical lighting, to prevent a patient infection. ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദ സ്റ്റെറൈൽ ഫീൽഡ് ഇൻ ദ ഓപ്പറേഷൻ തിയേറ്റർ?
അപ്പോ എന്താണ് നമ്മുടെ ലാസ്റ്റ് ആൻസർ ആയ ടു പ്രിവെന്റ് പേഷ്യന്റ് ഇൻഫെക്ഷൻ. അപ്പോ എന്ന് പറയുന്നുണ്ട് എല്ലാവരും. അപ്പൊ അത് തന്നെയാണ് ആൻസർ, ടു പ്രിവെന്റ് പേഷ്യന്റ് ഇൻഫെക്ഷൻ. പേഷ്യന്റിന്റെ ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യുക എന്നതാണ് സ്റ്റെറൈൽ എന്നതുകൊണ്ട് അല്ലെ. അതിന്റെ സ്റ്റെറിലൈസേഷൻ ഒക്കെ നടത്തുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്, പേഷ്യൻസിനെ പ്രിവെന്റ്, നമ്മള് വരാതിരിക്കാൻ, രോഗം വരാതിരിക്കാനുള്ള ഒരു മുൻകരുതലാണ് ടു പ്രിവെന്റ് പേഷ്യന്റ് ഇൻഫെക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്താലോ. Who is responsible for കുഴപ്പമില്ല, നിങ്ങള് ആരെങ്കിലും ക്വസ്റ്റ്യൻസ് ഒന്ന് ഷെയർ ചെയ്താൽ മതി. Who is responsible for ensuring the operation theater is stored with necessary supplies and equipment? Who is the responsible for ensuring the operation theater? ഈ ഓപ്പറേഷൻ തിയേറ്റർ നിങ്ങൾ ഷോർട്ട് ഫോം ചെയ്തിട്ടാ OT കൊടുത്താൽ മതി. ഓപ്പറേഷൻ തിയേറ്റർ is stored with necessary supplies and equipment. ആരുടെ റെസ്പോൺസിബിലിറ്റി ആണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് എഴുതണ്ട. സർജൻ, അനസ്തേഷ്യോളജിസ്റ്റ്, ഓപ്പറേഷൻ റൂം എക്സിക്യൂട്ടീവ്സ്, സ്റ്റാഫ് ഓർ നഴ്സ്. നഴ്സ്, സർജൻ, അനസ്തേഷ്യോളജിസ്റ്റ്, then operating room executives, nurses. ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് ആണ്. ഓക്കെ, ആൻസർ വരുന്നുണ്ട്. Who is responsible for ensuring the operation theater is stored with the necessary supplies and equipment? അതായത് ഓപ്പറേഷൻ റൂമില് അവിടെ കയറി എന്താണ് സപ്ലൈ നെസസറി എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തേണ്ട ഒരു വ്യക്തി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നഴ്സുമാരാണ്. നമുക്ക് ഇൻചാർജ് ഉള്ള നഴ്സിന്റെ ഡ്യൂട്ടിയാണ്. നഴ്സ്. Then next question നോക്കാം. What should be done in case of an operation theater emergency? Question വായിക്കാം. What should be done in case of an operation theater emergency? Comeda, such as a power outage. Question ഒന്നുകൂടെ പറയാം. What should be done in case of an operation theater emergency? Commented such as the power outage. Outage, outage. പവറുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള എമർജൻസി വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന വോൾട്ടേജ് പ്രോബ്ലം വരുമ്പോൾ അല്ലെങ്കിൽ ഡിവൈസുകൾക്ക് ഇലക്ട്രിസിറ്റി പ്രോബ്ലംസ് ഒക്കെ വരികയാണ്, എമർജൻസിയിൽ വരികയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? കോൾ ഫോർ സ്കിൽഡ് അസിസ്റ്റൻസ്. എമർജൻസി അതായത് ഇലക്ട്രിക്കലുമായി ബന്ധപ്പെട്ട വ്യക്തിയെ, സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സണെ നമ്മൾ അസിസ്റ്റൻസിന് വേണ്ടിയിട്ട് വിളിക്കാം. കോൾ ഫോർ സ്കിൽഡ് അസിസ്റ്റൻസ്. ആൻസർ കോൾ ഫോർ സ്കിൽഡ് അസിസ്റ്റൻസ്.
കേസ് അതിന് തരയാണ് എന്നിട്ടാണ് ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട പേഴ്സൺസ് അല്ലെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആൻസർ ആണ് തരണമെങ്കിൽ അങ്ങനെയുള്ളവരൊക്കെ സെലക്ട് ചെയ്യാം. സ്കിൽഡ് പേഴ്സൺ ആണ് അവർ ഉദ്ദേശിക്കുന്നത് അല്ലെ, ഇലക്ട്രീഷ്യന്മാര് അവർക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കൂ. കോൾ ഫോർ സ്കിൽഡ് അസിസ്റ്റൻസ്. നിങ്ങൾക്ക് ഒരു ഈസി ക്വസ്റ്റ്യൻ തരാം. നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്താൽ മതിയോ? സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ എൻഷുറിംഗ് ദ ഓപ്പറേഷൻ തിയേറ്റർ ഈസ് സ്റ്റോർഡ് വിത്ത് നെസസറി സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ്? ആൻസർ നഴ്സ്. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നു, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നു, നിങ്ങൾക്ക് എളുപ്പമുള്ള കാര്യമാണ്. ഹോം മോണിറ്റർ ECG machine in operation theater. Who monitor ECG machine in operation theater? ആരായിരുന്നു മോണിറ്റർ ചെയ്യുന്നത്? Who monitor ECG machine in operation theater? മെസ്സേജ് ചെയ്തേ, നിങ്ങൾക്ക് അറിയേണ്ടതാണ്. ഓക്കെ, കാർഡിയോളജിസ്റ്റ്. ആൻസർ ശരിയാണ്, കാർഡിയോളജിസ്റ്റ്. കാർഡിയോഗ്രാഫേഴ്സ്. ഹു മോണിറ്റർ ECG മെഷീൻ ഇൻ ഓപ്പറേഷൻ ചെയ്യും. നമുക്കറിയാം ഓപ്പറേഷൻ ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേഴ്സൺ അല്ലെ, അങ്ങനത്തെ ടെക്നിക്കൽ ആയിട്ടുള്ള പേഴ്സൺ അവിടെ ഉണ്ടായിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഹു മോണിറ്റർ ECG മെഷീൻ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ആരാണ്? കാർഡിയോഗ്രാഫേഴ്സ് അല്ലെങ്കിൽ കാർഡിയോളജിസ്റ്റ്. അടുത്തത് ഹു ടേക്ക് കെയർ ഓഫ് പേഷ്യന്റ്. ഹു ടേക്ക് കെയർ ഓഫ് പേഷ്യൻസ്? Throughout all 4 stages of the operation. Who take care of the patients? Who take care of the patients? Throughout of all 4 stages of the operation. Clear now? Who take care of the patients? Throughout all 4 stages of the operation. ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട എല്ലാ സ്റ്റേജിലും പേഷ്യൻസിനോടൊപ്പം കെയർ ആയിട്ട് നിൽക്കേണ്ട വ്യക്തി ആരാണ്? കെയർ സംരക്ഷണം കൊടുത്ത് അവരെ കെയർഫുൾ മാനേജ് ചെയ്തുകൊണ്ട് നിൽക്കേണ്ട വ്യക്തി ആരാണ്? തിയേറ്റർ നഴ്സ്. ആൻസർ തിയേറ്റർ നഴ്സ്. ആൻസർ തിയേറ്റർ നഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഒരു ഇൻചാർജ് എടുത്ത നഴ്സുമാർ അല്ലെ, ഓപ്പറേഷൻ തിയേറ്ററിൽ തിയേറ്റർ നഴ്സ്. Then for next question നോക്കാം. Who is responsible for maintaining the operation theaters sterile environment. Who is responsible for maintaining the operation theaters sterile environment? Sterile environment. Option A എഴുതിക്കോളൂ, സർജൻ. ഓപ്ഷൻ എ സർജൻ.
Then option B, nurse. Option B, nurse. Then option C, theater support workers. Option C, theater support workers. Option next, D, option D, all of the above. Option D, all of the above. Option D, all of the above. എന്തായിരിക്കും ആൻസർ? യെസ്, ആൻസർ ശരിയാണ്. ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി അബവ് ആണ്. ഓക്കെ, അപ്പോ എന്താണ് ഇതിൽ പറയുന്നത്? ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ മെയിൻറ്റെയിനിങ് ദ ഓപ്പറേഷൻ തിയേറ്റേഴ്സ് സ്റ്റെറൈൽ എൻവയോൺമെന്റ്. അപ്പൊ അതില് എല്ലാവരും ബാധ്യസ്ഥരാണ് അല്ലെ? സർജനും നഴ്സും തിയേറ്റർ സപ്പോർട്ട് വർക്കേഴ്സും എല്ലാവരും തന്നെ ഇതിന് ബാധ്യസ്ഥരാണ്. സ്റ്റെറൈൽ എൻവയോൺമെന്റിന് റെസ്പോൺസിബിൾ ആണ്. അപ്പോ ഡി ആണ് ആൻസർ, ഓൾ ഓഫ് ദി അബവ്. Then next, what should be done? What should be done? What should be done with us surgical instrument? With us surgical instrument. With us surgical instrument that has been contaminated. That has been contaminated. What should be done with us surgical instrument that has been contaminated? Surgical instrument മലിനപ്പെട്ടാണ് ഇത് ചെയ്യേണ്ടത്. What should be done with us surgical instrument that has been contaminated? ആൻസർ എന്തായിരിക്കും? ആൻസർ പറയാം. ഡിസ്പോസ് ഓഫ് ഇറ്റ് പ്രോപ്പർലി. അല്ലെ, ഡിസ്പോസ് ചെയ്യണം. നമ്മള് വില്ലേജ് വേസ്റ്റിൽ പറഞ്ഞിരുന്നു, അത് കൃത്യമായിട്ട് തന്നെ ഡിസ്പോസ് ചെയ്യുന്നവർക്ക് ഹസാർഡ് വേസ്റ്റ് ആണെങ്കിൽ ഹസാർഡ് വേസ്റ്റ് തന്നെ ഡിസ്പോസ് ചെയ്തിരിക്കണം. അപ്പൊ ആൻസർ ഡിസ്പോസ് ഓഫ് ഇറ്റ് പ്രോപ്പർലി. ഡിസ്പോസ് ഓഫ് ഇറ്റ് പ്രോപ്പർലി. ചോദ്യം ഒന്നുകൂടി പറയാം. വാട്ട് ഷുഡ് ബി ഡൺ with us surgical instrument that has been contaminated? Answer, dispose of it properly. The next question. Answer, dispose of it properly. Dispose of it properly. Dispose ചെയ്യണം എവിടെ? പ്രോപ്പർ ആയിട്ടുള്ള പ്ലേസിൽ. അതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മള് വില്ലേജ് വേസ്റ്റിൽ പറയല്ലേ, നമ്മള് എന്താ പറയുക, അത് നിർമ്മാർജ്ജനം ചെയ്യേണ്ട പ്ലേസിൽ തന്നെ അത് കളയണം. അപ്പോ അതായത് ഹസാർഡ് വേസ്റ്റിൽ ലേബിൾ ചെയ്തിരിക്കുന്ന ബിന്നിൽ തന്നെ നിക്ഷേപിക്കണം. അതാണ് ഉദ്ദേശിക്കുന്നത്. ചോദ്യം ഇതാണ്, വാട്ട് ഷുഡ് ബി ഡൺ വിത്ത് ആസ് എ സർജിക്കൽ ഇൻസ്ട്രുമെന്റ് that has been contaminated? അത് മലിനമാക്കപ്പെട്ടു അല്ലെ? നമ്മള് ഉപയോഗിച്ച് അത് അണുക്കളോട് കൂടി നിറഞ്ഞ ഒരു എക്യുപ്മെന്റ് ആയിട്ട് മാറുകയാണ്. അപ്പൊ അതെന്ത് ചെയ്യും? അത് വേസ്റ്റ് ആയിട്ട് തള്ളയണെങ്കിൽ അതെന്താണ്? കൃത്യമായിട്ട് ഡിസ്പോസ് ചെയ്യേണ്ട പ്ലേസിൽ തന്നെ ഡിസ്പോസ് ചെയ്യും. അതാണ് പറയുന്നത് ഡിസ്പോസ്. ആൻസർ ഡിസ്പോസ് ഓഫ് ഇറ്റ് പ്രോപ്പർലി. ക്ലിയർ ആയോ? കണ്ടിന്യൂ ചെയ്യട്ടെ? കിട്ടിയോ? അപ്പോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാം. ഹു ഈസ് റെസ്പോൺസിബിൾ? ഓക്കെ, ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ മാനേജിങ് ആൻഡ് who is responsible
for managing and training new clerical with the operating room department. With the operating room department. ആരാണ് റെസ്പോൺസിബിൾ ആയി നമ്മളിപ്പോ പഠിച്ചതാണ്? എക്സിക്യൂട്ടീവ് സെക്രട്ടറി. ചോദ്യം എന്നോടെ പറയാം. Who is responsible for managing and training new clerical with the operating room department? Answer: executive secretaries. The next question. Where to facilitate ventilator in operation theatre. Ventilator in operation theatre. Ventilator in operation theatre. Answer: a ventilator. എവിടെയായിരിക്കണം? Where to facilitate ventilator in operation theatre? അങ്ങനെ മെസ്സേജ് അയക്കാൻ പറ്റുമോ? Okay. Ventilator stands close to the head of the operating table. Ventilator stands close to the head of the operating table. കിട്ടിയോ? Okay. The last question. Which of the following is a key component of operation theatre? Clean lines. Which of the following is a key component of operation theatre? Clean lines. Clean lines. Cleaning. Clean lines. First one name. Proper hand hygiene. Second one B. Sterilization of instruments. First one, proper hand hygiene. Second one, the sterilization of instruments. Third one, disinfection of a surface. Third one, C, disinfection of a surface.
Then for all of theater. All of theater. എന്താണ് key components of operation theater? Main lights. By the first one, proper hand hygiene. Second one, B, sterilization of instrument, disinfection of a surface. Then D, all of the above. Okay, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയില്ലേ എല്ലാവർക്കും? ഞാൻ പറയുന്നില്ല. ക്ലിയർ ഔട്ട് ചെയ്യാനായിട്ട് ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ എടുത്തു കഴിഞ്ഞിട്ട് ക്ലിയർ ആണോ മിസ് എന്ന് പറയുന്നുണ്ട്. എന്നാൽ നമുക്കൊന്ന് റിവൈസ് ചെയ്തേക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ റിവൈസ് ചെയ്തു. അവരുടെ ക്ലാസ്സിൽ അത്യാവശ്യം ആൻസേഴ്സ് ഒക്കെ കിട്ടിയായിരുന്നു. അപ്പൊ നമുക്കും ഈ ക്ലാസ്സിൽ ഒന്ന് റിവൈസ് ചെയ്ത് അപ്പൊ നിങ്ങൾ അങ്ങനെ പഠിച്ചു വെക്കുള്ളൂ. എന്തായാലും കുറച്ച് സമയം ഉണ്ടല്ലോ. അപ്പൊ എന്താണ് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ എന്താ പറഞ്ഞത്? ഓപ്പറേഷൻ ഹു ഈസ് റെസ്പോൺസിബിൾ ആഫ്റ്റർ who is responsible for managing and training new clerical with the operation room department? അതാണോ? Who is responsible for managing and training new clerical with the operation room department? ട്രെയിനിങ് പുതിയ ഡ്യൂട്ടിക്ക് വരുന്ന സ്റ്റാഫ് ആണെങ്കിൽ അവർക്ക് ട്രെയിനിങ് ഒക്കെ കൊടുക്കേണ്ടത് ആരാന്ന് പറയുന്നത്? എക്സിക്യൂട്ടീവ് സെക്രട്ടറി. ആൻസർ എക്സിക്യൂട്ടീവ് സെക്രട്ടറീസ്. ഏതാണ്? ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ മാനേജിങ് ആൻഡ് ട്രെയിനിങ് ന്യൂ ക്ലറിക്കൽ വിത്ത് ഓപ്പറേഷൻ ഹോം ഡിപ്പാർട്ട്മെന്റ്. ക്ലിയറായോ? ഇനി എന്തെങ്കിലും? അപ്പൊ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം അല്ലെ. ഞാൻ ആദ്യം ചെയ്തിട്ട് പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഏതൊന്നും നോട്ടൊന്നും തരാൻ പറ്റിയില്ലെങ്കിലോ നോക്കട്ടെ ഞാൻ പെട്ടെന്ന് ക്ലാസ്സിലേക്ക് കയറിയത്. അപ്പൊ നമുക്ക് എന്തായാലും ചാപ്റ്ററിന്റെ റിവിഷൻ എന്ന പോലെ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. എന്താണ് നമ്മളെ ഇൻട്രൊഡക്ഷനിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്താണ് ഓപ്പറേഷൻ തിയേറ്റർ? ഓപ്പറേഷൻ തിയേറ്ററിനെ കുറിച്ചുള്ള ക്ലാസ് ആയതുകൊണ്ട് അതെന്താന്നുള്ള ആ തിയേറ്ററിനെ കുറിച്ചായിട്ട് രൂപരേഖയാണ് നമുക്ക് ഇതിൽ തന്നത്. പ്രധാനമായിട്ടും എന്താണ് അതിനെ കുറിച്ച് ഓപ്പറേഷൻസിനെ കുറിച്ചിട്ട് 2-3 ഓപ്പറേഷനെ കുറിച്ചിട്ട് പറഞ്ഞു. ഏതൊക്കെയാണ്? ആരെങ്കിലൊക്കെ ഒന്ന് പറഞ്ഞു നോക്കിയേ. ഞങ്ങൾ തന്നെ ഒന്ന് പറയേ. അപ്പോഴാണല്ലേ നിങ്ങൾ പഠിച്ചു എന്ന് ഞങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. ഇന്നിപ്പോ ഇത്തിരി സമയമുണ്ട്. ഒന്ന് പറഞ്ഞു നോക്കിയേ. ഏതൊക്കെ തരത്തിലുള്ള ഓപ്പറേഷൻ ഉണ്ട് എന്നാ പറഞ്ഞത്? ഓപ്പറേഷൻ തിയേറ്റർ, ടൈപ്സ് ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ അല്ല ഞാൻ പറഞ്ഞത്. ഏതൊക്കെ തരത്തിലുള്ള ഓപ്പറേഷൻസ് ഇപ്പോ നടത്തുന്നുണ്ട് പൊതുവെ? നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ തുടങ്ങിയാണ് നോക്കുന്നത്. അതിൽ പറയുന്നുണ്ട് ഓപ്പൺ സർജറി ഉണ്ട്. വേറെ ഒന്ന് പറയൂ. പിന്നെയുമുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ അവര് പെടപെടാന്ന് ആൻസർ പറഞ്ഞിട്ടോ. ഇതേമാതിരി തന്നെയാണ് ഞാൻ ചോദിച്ചത്. കീഹോൾ സർജറി. യെസ്, കീഹോൾ സർജറി. പിന്നെ ഒരെണ്ണം കൂടെ റോബോട്ട് അസിസ്റ്റഡ് സർജറി. ഓക്കെ, റോബോട്ട് അസിസ്റ്റഡ് സർജറി പറഞ്ഞു. ഇനി കീഹോൾ സർജറിക്ക് ഓപ്പൺ സർജറിക്ക് എന്താ വേരിയേഷൻ ഉള്ളത്? സ്മോൾ ഇന്റൻസീവ് മുറിവായിരിക്കും. ഓക്കെ. അതേപോലെ തന്നെ അധികം നാളെ നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടി വരില്ല അല്ലെ, ചെറിയ മുറിവായതുകൊണ്ട് തന്നെ.
പിന്നെ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് ഓപ്പറേഷൻ തിയേറ്ററിലെ കുറച്ച് നടപടിക്രമങ്ങൾ അല്ലെ, അത് അവിടെ പൊതുവെ ക്യാമറാസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്, അതൊക്കെ വഴിയാണ് ഇവ കീഹോൾ സർജറി ഒക്കെ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ എന്താ പറയുക, ഓപ്പറേഷൻ റൂമിന്റെ എൻവയൺമെന്റ്, ആ എൻവയൺമെന്റ് എങ്ങനെയായിരിക്കണം എന്നാ പറഞ്ഞത്. നെക്സ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ എന്താ പറഞ്ഞത്, എൻവയൺമെന്റ് എങ്ങനെയായിരിക്കണം, അവിടെ എന്തൊക്കെയൊക്കെ പ്രിക്കോഷൻസ് ഒക്കെ എടുക്കേണ്ടതുണ്ടോ, ഓപ്പറേഷൻ റൂമിൽ പോകുമ്പോൾ എന്തെങ്കിലും പ്രിക്കോഷൻസ് ഒക്കെ ഡോക്ടേഴ്സ് നഴ്സുമാർ എടുക്കാറുണ്ടോ? ഗ്ലൗസ്, പിന്നെ നമ്മൾ പ്രത്യേകമുള്ള സ്ക്രബ്സ് ആ വയേഴ്സ് ഇടുന്നത് സ്ക്രബ്സ് ആണ്. പിന്നെ കപ്സ്, സോറി ഐക്ക് നമ്മൾ പ്രത്യേകം എന്തെങ്കിലും ഇടാറില്ലേ? ഷൂ അവിടെ പ്രോട്ടോകോൾ അനുസരിച്ച് ചെയ്യണമെങ്കിൽ അതും ചെയ്യണം, ഷൂ കവർ ചെയ്യണം. അതൊക്കെ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അവർക്ക് ബാക്ടീരിയസ് അവിടെ അല്ലെ അണുക്കളൊന്നും പ്രസരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രൊട്ടക്ഷൻ എടുക്കുന്നതാണ്. പിന്നെ അവിടെ ആ ഭാഗമൊക്കെ ടെമ്പറേച്ചർ വെരി കൂളായിരിക്കണം. എന്തുകൊണ്ടാണ് ടെമ്പറേച്ചർ കൂളായിരിക്കണം എന്ന് പറയുന്നത്? ബാക്ടീരിയാസ് ഇൻക്രീസ് ആവാതിരിക്കാൻ. പിന്നെ നമ്മൾ വീണ്ടും പറഞ്ഞ എന്താണ്, കുറെ എക്യുപ്മെന്റ്സുകളൊക്കെ അവിടെ ആവശ്യമാണ്. ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ പ്രവേശിക്കുമ്പോൾ കുറച്ച് എക്യുപ്മെന്റ്സുകളൊക്കെ ആവശ്യമാണെന്ന് പറഞ്ഞു. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് സപ്പോർട്ടീവായിട്ട് ഇത്തരം എക്യുപ്മെന്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്? ഒരാളൊക്കെ ഇങ്ങനെ പറഞ്ഞോളൂ. ആൻസർ ഒക്കെ പറയുമ്പോൾ മറ്റുള്ളവർക്ക് അത് ഗ്രാസ്പ് ചെയ്യാനായിട്ട് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യുമ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിനെ കുറിച്ച് പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടും അല്ലെ. അപ്പൊ അതുകൊണ്ടാണ്, ഇത്തിരി സമയമുള്ളത് കൊണ്ടാണ്. പറഞ്ഞോളൂ. പേഷ്യൻസിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ അവർക്ക് എന്തെങ്കിലും ശ്വാസതടസ്സം പോലെയുള്ള റെസ്പിറേറ്ററി പ്രോബ്ലംസോ കാർഡിയക് പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ അതിനനുസൃതമായിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ അവിടെ കീപ്പ് ചെയ്തിരുന്നു. പിന്നെ നമ്മളെ പറഞ്ഞു കുറച്ച് സ്റ്റാഫുകളുടെ അവിടെ കുറച്ച് സ്റ്റാഫുകൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. ഓപ്പറേഷൻ തിയേറ്ററിൽ കുറച്ച് സ്റ്റാഫുകൾ അഡീഷണൽ ആയിട്ട്, അതായത് ഏതൊക്കെ തരത്തിലുള്ള സ്റ്റാഫുകളാണ് അവിടെ ഉള്ളത്? മെയിൻ ആയിട്ടുള്ള അഡീഷണൽ റെസ്പിറേറ്റീവ് ഡിവൈസ്, ഡൗൺ ആയി പോകുകയാണെങ്കിലൊക്കെ അതുമായി ബന്ധപ്പെട്ട ഡിവൈസുകൾ ഉണ്ടായിരിക്കണം. പിന്നെ ഏതൊക്കെ സ്റ്റാഫുകളാണ് മെയിൻ ആയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ പ്രവേശിക്കുന്നത്? സർജൻ ഉണ്ടാവും, അനസ്തേഷ്യോളജിസ്റ്റ് ഉണ്ടാവും, പിന്നെ സപ്പോർട്ടീവ് വർക്കേഴ്സ് ഉണ്ടാവും, നേഴ്സ് ഉണ്ടാവും, പിന്നെ റേഡിയോഗ്രാഫേഴ്സും കാർഡിയോഗ്രാഫേഴ്സും ഉണ്ട്. അപ്പൊ അത്യാവശ്യം അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കാം. എന്തൊക്കെ പോളിസീസ്, എന്തൊക്കെ നയങ്ങളാണ് അവിടെ പ്രധാനമായിട്ട് പറയുന്നത്? അതായത് ഓപ്പറേഷൻ തിയേറ്ററിൽ പോകണമെങ്കിൽ നമുക്ക് തന്നെ അറിയാം, ആ പേഷ്യന്റ് അങ്ങോട്ടേക്ക് കിടക്കണമെങ്കിൽ നമുക്ക് കുറെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറയും അല്ലെ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ പറയുന്നത്? Remove all jewelries. ഓക്കെ, ജ്വല്ലറീസ് ഒക്കെ റിമൂവ് ചെയ്യണമെന്ന് പറയും. Cover shoes and agency policies. ഓക്കെ, അവർ പറയുന്ന ആ പോളിസീസ് അനുസരിച്ച് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ എന്താ പറയണത്, എന്തുകൊണ്ടാണ് നെയിൽ പോളിഷ് ഒക്കെ ഒഴിവാക്കണമെന്ന് അവര് ഫസ്റ്റ് ആയിട്ട് പറയുന്നത്? ആർട്ടിഫിഷ്യൽ നെയിൽസ് റിമൂവ് ചെയ്യണം, ബാക്ടീരിയാസ് അതുവഴി പുറത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞത്. പിന്നെ നമ്മൾ പറഞ്ഞു എന്താണ് മൈക്രോ ഓർഗനൈസ്, അതായത് സ്പെസിഫിക് ഒക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ആയിരിക്കണം, അതായത് സ്റ്റെറിലൈസ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ തന്നെയായിരിക്കണം അവിടെ യൂസ് ചെയ്യേണ്ടത്. കാരണം ഒരിക്കലും മുറിവുകൾ ഉണങ്ങിപ്പോണം, ഒരിക്കലും അത് പഴുത്ത് വ്രണമായിട്ടൊന്നും മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരം മുൻകരുതലുകളൊക്കെ എടുക്കുന്നത്. ഇനി വീണ്ടും പറയുന്നത് എന്നിട്ടാണ് ടൈപ്സ് ഓഫ് സർജറി. അതില് നമ്മൾ എന്താ പറയുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ അവിടെ പ്രധാനമായിട്ട് നോട്ട് ചെയ്തുകൊണ്ടെന്ന് പറയുന്നത്, ആ റൂമില് ഡിപ്പെൻഡിങ് ടൈപ്പ് ഓഫ് സർജറീസ് അനുസരിച്ച് എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നു. അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സോ എന്തെങ്കിലും ഡിവൈസുകളോ നിങ്ങൾക്ക് ഓപ്പറേഷൻ റൂമിൽ വേണമെന്ന് പറഞ്ഞായിരുന്നോ? ടിൽറ്റ് ചെയ്യാനും ചരിക്കാനും നമുക്ക് സൈഡിലേക്കൊക്കെ മാറ്റാൻ പാകത്തിന് സെന്ററിൽ ഇടുന്ന ഓപ്പറേഷൻ തിയേറ്ററിലെ ടേബിള് ആ രീതിക്കുള്ളതായിരിക്കണം. പിന്നെ നല്ല ഷാഡോ ഒന്നും ഇല്ലാതെ നല്ല ഇലൂമിനേഷൻ ലൈറ്റുകൾ വേണം. പിന്നെ നമ്മുടെ മോണിറ്ററില് കൃത്യമായിട്ടുള്ള സയൻസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കി തക്ക തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ എന്തെങ്കിലും ഡയറ്ററി പോയിട്ടുള്ള മെഷീൻസ് അല്ലെ, ബ്ലീഡിങ് എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ അതൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള മെഷീൻസ്, ഡയറ്റേർമി അവിടെയൊക്കെ ശ്രദ്ധിച്ചു വെക്കുക. ഡയറ്റേർമിനുള്ള മെഷീൻസ് ബ്ലീഡിങ് ഓവർ ബ്ലീഡിങ് ഒക്കെ വരുമ്പോൾ കൺട്രോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മെഷീനാണ്.
അപ്പൊ അങ്ങനെ ചില വേർഡ്സുകൾ നമ്മൾ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ റിവൈസ് നമ്മൾ നടത്തുന്നത്. അപ്പൊ നമുക്കത് ആ വേർഡ്സ് വെച്ചിട്ട് എന്തെങ്കിലും മോക്ക് ടെസ്റ്റിലൊക്കെ വരികയാണെങ്കിൽ നമുക്കത് ക്ലിക്ക് ചെയ്യും. എക്സാമിനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ ശ്രദ്ധിക്കാം. പിന്നെ വീണ്ടും നമ്മൾ സോണായിട്ട് തിരിച്ചു അല്ലെ. പ്രൊട്ടക്ഷൻ ഏരിയ എന്തൊക്കെ ഏരിയയാണ് പറഞ്ഞ സോണുകൾ? നമ്മൾ ആ ഭാഗം ഓപ്പറേഷൻ തിയേറ്ററിന് ആ ഭാഗത്തെ നമ്മൾ 4ആയിട്ട് തിരിച്ചു. ഏതൊക്കെ സോണുകളാണ്? പ്രൊട്ടക്റ്റീവ്, ഓക്കെ ക്ലീൻ സോണ്, ഓക്കെ സ്റ്റെറിലൈസ് എസ്പെക്ടിക് സോണ്, ഓക്കെ ഡിസ്പോസൽ സോൺ. ഡിസ്പോസിബിൾ സോൺ. അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പിന്നെന്താണ് അതിന്റെ ഡെഫിഷ്യൻസി, ഇങ്ങനെയൊക്കെ നമ്മൾ സോണായിട്ട് തിരിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും കുറച്ച് ഡെഫിഷ്യൻസിയും അവിടെ വരുന്നുണ്ട് അല്ലെ. അതിന്റെ അഭാവങ്ങളെ കുറിച്ചിട്ടും പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും കുറച്ച് അഭാവങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ പ്രത്യേകിച്ച് ഒരു CSSD അതിന്റെ ഫുൾ ഫോം എന്താണ്? CSSD ഒന്ന് പറഞ്ഞു നോക്കി ആരെങ്കിലും. CSSDയുടെ ഫുൾ ഫോം എന്താണ്? എല്ലാവരും തന്നെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. സെൻട്രൽ സ്റ്റെറിലൈസ് സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അപ്പൊ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് സ്റ്റെറിലൈസേഷൻ ചെയ്തിട്ടുള്ള എല്ലാ എക്യുപ്മെന്റ്സും മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ അത് സപ്ലൈ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. ഓപ്പറേഷന് ആവശ്യമായിട്ടുള്ള ഇത്തരം സ്റ്റെറിലൈസ് ചെയ്തിരിക്കുന്ന എക്യുപ്മെന്റ്സുകളെല്ലാം സപ്ലൈ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് പറഞ്ഞു. ഇനി നമ്മള് ഇപ്പം അവസാന ഇതിലേക്ക് അതായത് 3 തരത്തിലുള്ള ഓപ്പറേഷൻ തിയേറ്ററിനെ കുറിച്ച് പറഞ്ഞു. വേഗം 3 പറഞ്ഞു നോക്കി. ഒന്ന് മോഡുലാർ OT. നെക്സ്റ്റ് വേറെ ആരെങ്കിലും പറയാം അല്ലെങ്കിൽ പിന്നെ ഹൈബ്രിഡ് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പിന്നെ അവസാനമായിട്ട് എന്താണ് പ്രിവെന്റീവ് മുൻകരുതലുകൾ. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത കുറെ കാര്യങ്ങളൊക്കെ തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. പിന്നെ ഇന്നത്തെ ക്ലാസ് എമർജൻസി എക്യുപ്മെന്റ് അസോസിയേറ്റഡ് വിത്ത് പിന്നെ ഇന്നത്തെ ക്ലാസ്സിൽ അഡ്മിനിസ്ട്രേറ്റീവ്. നമ്മൾ ഇന്നത്തെ ക്ലാസ് വളരെ സിമ്പിൾ ആയിരുന്നു. വായിച്ചു നോക്കിയാലും നമുക്ക് മനസ്സിലാവുന്ന കാര്യം തന്നെയാണ്. എനിവേ നമ്മുടെ ഓപ്പറേഷൻ തിയേറ്റർ അങ്ങനെ അവസാനിച്ചു. പിന്നെ നെക്സ്റ്റ് ക്ലാസ്സിൽ വെന്റിലേറ്റർ നമുക്ക് പഠിക്കാം. ഓക്കെ, ബൈ. Okay, Miss. Thank you.